ഇവിടെയുള്ള എല്ലാവർക്കും വീടുണ്ട്. എനിക്ക് മാത്രം വീടില്ല. ചോരുന്ന വീടാ. എനിക്ക് ഒരു വീട് വേണം. കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയും നടത്തി കൊടുക്കണമല്ലോ. അത്തരത്തിലൊരു ആഗ്രഹമാണ് ഷിഹാൻ ഷിഹാബ് പറഞ്ഞിരിക്കുന്നത്. അതായത് പഠിക്കാനൊക്കെ മിടുക്കനാണ്, കലാകായിക മത്സരരംഗത്തൊക്കെ മിടുക്കനാണ്. തനിക്കൊന്ന് കിടന്നുറങ്ങാൻ ഒരു വീട് വേണം, തൻ്റെ സമ്മാനങ്ങൾ നനയാതെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ളൊരാഗ്രഹമാണ് ഷിഹാൻ പറഞ്ഞത്. അത് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. ഇപ്പോൾ മനോഹരമായ ഒരു വീട് എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരുപക്ഷെ കുടുംബം സ്വപ്നം കണ്ടത് മാത്രമായിരുന്നു വീട്, പക്ഷെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഷിഹാനെ, വലിയൊരു ആഗ്രഹം നടന്നിരിക്കുകയാണ്, എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. മഴയത്തൊക്കെ പേടിച്ചാൽ കടന്നിരുന്നത്, വെള്ളം വീഴും, കാറ്റടിക്കുമ്പോൾ സീറ്റൊക്കെ പറന്നു പോകും, അങ്ങനെയായിരുന്നു. ഇപ്പം ഒരു വീഡിയോ ഇട്ടപ്പം ഇവർ പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന ആൾക്കാർ കണ്ട് അവർ വന്ന് വീട് വെച്ച് തന്നു. പഠിക്കാനൊക്കെ മിടുക്കനല്ലേ? ഇനിയിപ്പോൾ സമ്മാനങ്ങൾ എന്തായാലും മഴ നനയാതെ വെച്ചൂടെ? നേരത്തെ മഴ നേരത്തെ വീട്ടിൽ ചോരുമ്പം പ്രൈസിനകത്തൊക്കെ വെള്ളം വീഴുമായിരുന്നു. ഇപ്പം വെള്ളം വീഴാതെ വെക്കാം. കൂട്ടുകാരുടെ അടുത്ത് ഇനി കളിയാക്കുമ്പോൾ പറയാലോ, എല്ലാടാ എനിക്കും നല്ല വീടുണ്ടെന്ന് പറഞ്ഞൂടെ? എന്താ കൂട്ടുകാർ കളിയാക്കുമായിരുന്നോ സ്കൂളിൽ വെച്ച്? സ്കൂളിലല്ല, ഈ നമ്മളെ വീടിന്റെ അക്കരെയുള്ള പിള്ളേര് നിനക്ക് മാത്രം വീടില്ലല്ലേ, എന്തോ സക്കാത്തിനൊക്കെ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. ഭയങ്കര സങ്കടമായിരുന്നു അല്ലേ? എന്തായാലും ഈ കൂട്ടുകാരൊക്കെ മോനെ കളിയാക്കുന്നത് വളരെ സങ്കടമായിരുന്നു. ഉമ്മയുണ്ട്, വലിയൊരു സ്വപ്നം അങ്ങ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്താ സന്തോഷം? എങ്ങനെയാ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ മോനും എപ്പോഴും പറയായിരുന്നു ഒരു വീടില്ല, അമ്മക്ക് മാത്രം വീടില്ല എന്ന്. എൻ്റെ മോൻ്റെ സ്വന്തം അത് നിലനിർത്തി കിട്ടിയല്ലേ, നമുക്കൊരു വീട് കിട്ടിയല്ല, അതിന് സന്തോഷിക്കും. ആഗ്രഹം ഈ പീപ്പിൾസ് ഫൗണ്ടേഷനിലൂടെ നടന്നല്ലേ? അത് തന്നെ. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ നല്ല രീതിക്ക് ഒരു വീട് കിട്ടും? ഇല്ല, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എങ്കിലും അവർ വെച്ച് തന്നല്ലോ ഞങ്ങൾക്ക് നല്ല നിലയിൽ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഷിഹാന്റെ പിതാവ് കൂടെ ഉണ്ട്. വലിയൊരു സങ്കടം എപ്പോഴും വീട്ടിൽ പറയുമായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ വീട് കിട്ടി. നമുക്ക് പറ്റാത്തൊരു ആഗ്രഹം നമുക്ക് പറ്റി. അത് പീപ്പിൾ ഫൗണ്ടേഷനും അവരുടെ കുടുംബങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ ഈ വീഡിയോ ചെയ്തത് നമ്മളെ അയൽവാസിയായ ഒരാളാണ്. അങ്ങനെയാണ് പീപ്പിൾ ഫൗണ്ടേഷൻ വന്നതും അറിഞ്ഞതും വന്നതും അവർ വീട് വെച്ച് തന്നത്. പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഏരിയ കോർഡിനേറ്ററാണ് ചേരുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കണ്ട് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ മോൻ്റെ ഒപ്പം നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ? തീർച്ചയായും. ഈ കുട്ടിയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രാശയ്ക്ക് ചാർത്തിയ ഒരു വീട്ടിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ കണ്ടപ്പം തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഷിഹാനെ കാണുകയും ഇങ്ങനൊരു വീട് പെട്ടെന്ന് തന്നെ നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ ഈ നെടുമ്പനം തന്നെ ഇതിന് നിരവധി വീടുകൾ വേറെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോൻ്റെ വീട് വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ വേറൊരു സന്തോഷമാണ്. അവന് വീടില്ല എന്ന് കളിയാക്കി എന്ന് പറഞ്ഞത് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്നേരം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ വീട് പൂർത്തീകരിക്കാൻ കൊടുത്തു. അധ്യാപകരും പറയുന്നത് അത് തന്നെയാണ്. സ്കൂളിൽ ചോദിച്ചാലും പഠിക്കാനൊക്കെ മിടുക്കനാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അധ്യാപകരും പങ്കുവെക്കാനുള്ളത്. അവന് തരക്കേടില്ലാത്ത കുട്ടിയാണ്, പഠിക്കുന്നുണ്ട്. പിന്നെ നല്ല ഹെൽപ്പ് ക്ലാസ് ടീച്ചറിൻ്റെ സഹായത്തിനോടുകൂടി ചെയ്യുന്നുണ്ട്. പിന്നെ അവന് ഒരു ഹെൽപ്പ് കൊടുത്താൽ അവന് മുന്നോട്ട് വരും, ഒരു താങ്ങ് കൊടുത്താൽ. ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ഷിഹാനും ടീച്ചറിനെ കുറിച്ചാണ് പല കാര്യങ്ങളും പറയാനുള്ളത്. വലിയൊരു പിന്തുണയാണ് ടീച്ചർ നൽകുന്നത്. അതെ, 8ാം ക്ലാസ്സിൽ വന്ന കുട്ടിയാണ് ഈ സ്കൂളിൽ. അപ്പോഴേ കഴിഞ്ഞ വർഷം അവനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് 2 ദിവസവും വന്നില്ല ക്ലാസ്സിൽ. അങ്ങനെ രക്ഷകർത്താവിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴേ ആ സാഹചര്യങ്ങളെല്ലാം രക്ഷകർത്താവ് ആയിട്ട് പറഞ്ഞു. പിന്നെ അപ്പോഴേ അങ്ങനെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം കിട്ടാൻ ഉള്ള വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഞാനത് HM ആയിട്ടും ടീച്ചർ മാനേജ്മെൻറ്റിനെ അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ അടിയന്തരമായിട്ട് മീറ്റിംഗ് കൂടി സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് സാമ്പത്തിക സഹായം അവന് കൊടുത്തു. ഇത്തരത്തിൽ വീടെന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു വലിയ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ കൂടെ നിന്നു. ഷിഹാൻ ഇനി സന്തോഷത്തോടെ കൂട്ടുകാരുടെ മുമ്പിൽ ഇനി കളിയാക്കലൊന്നുമില്ലാതെ ഒരുമിച്ച് അവരോടൊപ്പം തന്നെ തനിക്കും വീടുണ്ടെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൽ മീഡിയ വണ്ണും പങ്കുചേരുന്നു. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ.